പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി ഫലസ്തീൻ ഭാഗമായി എത്തിയ സമയത്ത് യോഗി ആദിത്യനാഥ് പ്രിയങ്ക ഗാന്ധിക്ക് ഒരു മറുപടി കൊടുത്തിരുന്നതാണ്. അതായത്, നിങ്ങൾ ഫലസ്തീൻ ഭാഗമായി എത്തുമ്പോൾ ഞങ്ങൾ ഇവിടെ UP-യിൽ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇസ്രായേലിലേക്ക് ഇവിടെയുള്ള ചെറുപ്പക്കാരെ കയറ്റി അയക്കുകയാണ്. അവർക്ക് സൗജന്യ താമസം, ഭക്ഷണം, പോരാത്തതിന് 1.5 ലക്ഷം രൂപയാണ് അവിടെ ലഭിക്കുന്നത് വേതനമായി എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. സ്വാഭാവികമായിട്ടും പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയെ നേരിട്ട മറ്റ് ഭരണകക്ഷിയിലെ MP-മാരുടെ ആ വാക്കുകളെക്കാട്ടിലും ശക്തിയും ഇമ്പാക്റ്റും യോഗി ആദിത്യനാഥിന്റെ ഈ വാക്കുകൾക്കുണ്ടായിരുന്നു. രാജ്യം മുഴുവൻ അത് ചർച്ച ചെയ്തതുമാണ്. എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്ത, ഇസ്രായേലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് യോഗി UP-യിൽ നടത്തുന്ന മറ്റൊരു വികസനത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും ഇതും കോൺഗ്രസിന് കേട്ടുപഠിക്കാവുന്ന ഒരു വികസന മാതൃക തന്നെയാണ്. കാർഷിക വൃത്തിയിലാണ് യോഗി ആദിത്യനാഥ് ഈ വികസന മാതൃക ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇസ്രായേലി സാങ്കേതിക വിദ്യയിൽ കൃഷി നടത്തുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ അവിടെയുള്ള കർഷകർ. ആ ഇസ്രായേലി സാങ്കേതിക വിദ്യയിൽ കൃഷി നടത്തുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്തർപ്രദേശിൽ സ്ത്രീകൾക്കും ഇതിൽ പങ്കാളികളാകാം എന്നുള്ളതാണ്. 2000-ഓളം സ്ത്രീകളാണ് പുതിയതായി കൃഷിയിൽ അല്ലെങ്കിൽ കാർഷിക വൃത്തിയിലേക്ക് കടന്നു വന്നത് എന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന എന്നിങ്ങനെയുള്ള സംസ്ഥാനത്ത് ഇസ്രായേലിന്റെ കാർഷിക സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഈ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള ഒരു സംഘത്തെ പോലും ഇസ്രായേലിലേക്ക് അവിടുത്തെ ഈ കൃഷിയിലുള്ള അല്ലെങ്കിൽ കാർഷിക വൃത്തിയിലുള്ള ആ ഒരു പുരോഗതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കാനായി നമ്മുടെ സർക്കാർ അയച്ചിരുന്നു. അതിനെക്കുറിച്ചുണ്ടായ നൂലാമാലകളൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്, ഇസ്രായേലി സാങ്കേതിക വിദ്യയിൽ ബനാറസ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ആ ഒരു സ്ഥലമാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ. പോരാത്തതിന് ഇത് വിജയമാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷി ചെയ്ത് കയറ്റുമതി വരെ ചെയ്യുകയാണ് അവിടെയുള്ള കർഷകർ എന്നുള്ളിടത്താണ്. നമ്മുടെ രാജ്യത്ത് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിൽ കൃഷി എന്ന് പറയുന്ന ഒരു കൃഷി അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഇസ്രായേലിൻ്റെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉത്തർപ്രദേശിനെ മറ്റൊരു തലത്തിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ കാർഷിക മേഖലയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നത്. 2000-ത്തിലധികം വനിതാ കർഷകരാണ് ഇതിൽ ആദ്യമായി പങ്കാളികളായത് എന്നും യോഗി ആദിത്യനാഥ് പറയുന്നു. കൃഷിയിൽ വിദ്യാഭ്യാസം കൊടുക്കുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ്. ആ കൃഷിയിൽ വിദ്യാഭ്യാസം കൊച്ചുകുട്ടികൾക്ക് പോലും കൊടുത്ത ശേഷം അതിനുശേഷം പരീക്ഷണങ്ങൾ നടത്താനായി യോഗി ആദിത്യനാഥ് അവിടെ കളമൊരുക്കുന്നു. ഛത്തീസ്ഗഡിലെ ഗ്രാഫ്റ്റിംഗ് സാങ്കേതിക വിദ്യയ്ക്ക് പുറമെ ഇസ്രായേലിൻ്റെ ജലസേചന രീതിയും മൈക്രോ ന്യൂട്രിയൻറ്റുകളുമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ കാർഷിക വൃത്തിയിൽ അല്ലെങ്കിൽ കൃഷിയിൽ സ്വീകരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്തർപ്രദേശിലെ ബനാറസിലെ കർഷകർക്ക് അവരുടെ ലാഭം 1.5 ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടുകളും ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം പഴം, പച്ചക്കറി എന്നിവയടക്കം ഉത്തർപ്രദേശിലെ കർഷകർ ഇപ്പോൾ കയറ്റി അയക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ വലിയ ഒരു നേട്ടം തന്നെയായിട്ടാണ് യോഗി ആദിത്യനാഥ് കണക്കാക്കുന്നത്. എന്തായാലും കൃഷിയിലേക്ക് തിരിഞ്ഞ് വിവിധ കൃഷി രീതികൾ അവിടെയുള്ള യുവാക്കളടക്കം സ്വീകരിക്കുന്നു. വലിയ വിദ്യാഭ്യാസം നേടിയ ശേഷം, അതായത് MSW അടക്കമുള്ള വലിയ വിദ്യാഭ്യാസം നേടിയ ശേഷമാണ് യുവാക്കൾ യോഗി ആദിത്യനാഥിൻ്റെ ഈ പുതിയ നൂതനമായിട്ടുള്ള ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികളിൽ ആകർഷകരായി അവർ അങ്ങോട്ടേക്ക് തിരിയുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാടൻ ധാന്യങ്ങൾ സംസ്കരിച്ച്, അതായത് ഈ നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഉണ്ടായ നാടൻ ധാന്യങ്ങൾ സംസ്കരിച്ച് അത് പാക്കേജുകളിലാക്കി അല്ലെങ്കിൽ പാക്കറ്റുകളിലാക്കി വിൽക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ അവിടുത്തെ കർഷകർ. ഇതോടുകൂടി ഉത്തർപ്രദേശിലെ കൃഷി രീതി വേറൊരു തലത്തിൽ ഉയർന്നു എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.